16 മെയ് 2023 ചൊവ്വാഴ്ച. സമയം വൈകുന്നേരം ഒരു 3 മണിയായിട്ടുണ്ടാവും. കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഷൈൻ തൻ്റെ സഹപ്രവർത്തകരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വളരെ സുമുഖനായിട്ടുള്ള ഒരു വ്യക്തി കയറി വന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന സുമുഖനായിട്ടുള്ള വ്യക്തി SIയെ നോക്കിയിട്ട് ഒന്ന് കൈ കാണിച്ചു. എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് ആംഗ്യത്തിലൂടെ അദ്ദേഹത്തെ ഒന്ന് അറിയിച്ചു. എന്താണ് അയാൾക്ക് തന്നോട് പറയാനുള്ളത് എന്ന് ചിന്തിച്ചിട്ട് ഷൈൻ നേരെ അയാൾക്ക് അരികിലേക്ക് പോയി. എന്നിട്ട് അയാളോട് പറഞ്ഞു, എൻ്റെ ക്യാബിനിലേക്ക് പോയിരിക്കാം, അവിടെ നിന്ന് സംസാരിക്കാമെന്ന്. ഷൈൻ നേരെ അയാളെയും കൂട്ടിയിട്ട് ഷൈൻ്റെ ക്യാബിനിൽ പോയിരുന്നു. എന്നിട്ട് ഷൈൻ്റെ സീറ്റിലിരുന്നു. അയാളോട് മുൻ സീറ്റിൽ ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അയാൾ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. നിന്നുകൊണ്ട് തന്നെ അയാൾ ഷൈനോട് പറഞ്ഞു തുടങ്ങി, ഞാൻ ഒരാളെ കൊലപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന്. ഇത് കേട്ടപാടെ ഷൈൻ അയാളോട് പറഞ്ഞു, നിങ്ങളെന്താ തമാശ പറയുകയാണോ എന്ന്. അല്ല സാർ, ശരിക്കും ഞാൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്, ഇതാ ഞാൻ കൊലപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച കത്തി എന്ന് പറഞ്ഞ് രക്തം പുരണ്ട ഒരു കത്തി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചു. അപ്പോഴാണ് ആ ഉദ്യോഗസ്ഥൻ അയാൾ ധരിച്ച ആ ഒരു ഷർട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒരു ഡാർക്ക് കളർ ഷർട്ടായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഷർട്ടിലേക്ക് നേരെ നോക്കിയപ്പോൾ ആ ഒരു ഷർട്ടിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ പേര്, നിങ്ങൾ ആരെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, എൻ്റെ പേര് സതീഷ് എന്നാണ്, ദേവിക എന്ന പേരിലൊരു സ്ത്രീയെയാണ് ഞാൻ കൊലപ്പെടുത്തിയത്. എന്നെ കുടുംബത്തോടെ ജീവിക്കാനായിട്ട് അവൾ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ കഴുത്തറുത്ത് കൊന്നത് എന്നാണ് അയാൾ പറഞ്ഞ മറുപടി. ആരാണ് ഈ ദേവിക? ദേവികയും സതീഷും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ടാണ് സതീഷിനെ കുടുംബത്തോടെ ജീവിക്കാനായിട്ട് ദേവിക സമ്മതിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. ഒരു കൊലപാതകം ചെയ്തിട്ട് സ്വമേധയാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങിയ സതീഷിനോട് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് സതീഷ് പറഞ്ഞതനുസരിച്ച് പോലീസുകാർ നേരെ പോയത് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ലോഡ്ജിലേക്കാണ്. അവിടെ ചെന്നിട്ട് റിസപ്ഷനിൽ പറഞ്ഞു, റൂം നമ്പർ 306 ഡ്യൂപ്ലിക്കേറ്റ് കീ തരൂ എന്ന്. അങ്ങനെ ആ ഒരു താക്കോല് മേടിച്ച ശേഷം പോലീസുകാർ നേരെ ഈ പറയുന്ന റൂമിലേക്ക് പോയപ്പോൾ അത് പൂട്ടിയ അവസ്ഥയിലായിരുന്നു. ആ റൂമിൻ്റെ പൂട്ട് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. 34 വയസ്സുള്ള ദേവികയാണ് ആ റൂമിനുള്ളിൽ മരിച്ചു കിടക്കുന്നതെന്ന് സതീഷിൽ നിന്നും പോലീസുകാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റൂമിനുള്ളിൽ കയറിയിട്ട് ആ ഒരു ശരീരം പരിശോധിച്ചപ്പോൾ കഴുത്തറുത്ത നിലയിലാണ് ആ ഒരു ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ആരാണ് ഈ ദേവിക? ദേവികയും സതീഷും തമ്മിൽ എന്താണ് ബന്ധം? ആദ്യം നമുക്ക് ദേവികയെക്കുറിച്ച് അറിയാം. 34 വയസ്സുകാരിയായിട്ടുള്ള ദേവിക വിവാഹം കഴിഞ്ഞതാണ്. അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ദേവിക ആയിക്കോട്ടെ കാസർഗോഡ് ഒരു ബ്യൂട്ടീഷ്യൻ സ്ഥാപനം നടത്തി വരികയാണ്. സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാത്ത വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. ദേവികയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്, ദേവിക അങ്ങനെ അയൽക്കാരോടൊന്നും അത്ര അടുപ്പത്തിൽ സംസാരിക്കാറില്ല. രാവിലെ നേരെ ബ്യൂട്ടീഷ്യൻ സ്ഥാപനത്തിലേക്ക് പോകും, അതിനുശേഷം വൈകിട്ട് തിരികെ വീട്ടിലേക്ക് വരും. ഇതിനിടയ്ക്ക് അയൽവക്കക്കാരോടോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോട് പോലും അധികം അങ്ങനെ സംസാരിച്ച് ഇടപഴകാറില്ല. അതുകൊണ്ട് തന്നെ ദേവികയെക്കുറിച്ച് അയൽവക്കക്കാരോടും ബന്ധുക്കളോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്കാർക്കും ദേവികയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ അവർക്കെല്ലാം ഒന്നു മാത്രം അറിയാം, വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. ഇനി സതീഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ, സതീഷ് കാസർഗോഡ് തന്നെ ഒരു സെക്യൂരിറ്റി ഏജൻസി സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്ന വ്യക്തിയാണ്. സതീഷിന്റെയും വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ്. ആ ഒരു വിവാഹത്തിൽ സതീഷിനും ഒരു കുഞ്ഞുണ്ട്. തീർത്തും 2 ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ 2 പേർ എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്, അവസാനം ഈ ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുന്നത്? ഈ സംഭവം നടക്കുന്നതിന് 9 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ 2 പേരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അതായത് ഇവർ 2 പേരുടെയും വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇവർ 2 പേരും പ്രണയിച്ചിരുന്നു. 2 പേരും നല്ല രീതിയിൽ പ്രണയിച്ച് വിവാഹ ജീവിതം സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സതീഷിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. സോ ഈ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ സതീഷിന് കുറച്ച് നാൾ എണിച്ച് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അതുകൊണ്ട് തന്നെ സതീഷ് ദേവികയോട് പറയുകയാണ്, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് നീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കണം, എന്നെ വിട്ട് അകന്നു പോകണമെന്ന്. ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ പറഞ്ഞതാണോ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവിക വീട്ടുകാർ അന്വേഷിക്കുന്ന മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും ഞാൻ പറയുന്ന എളുപ്പത്തിൽ പെട്ടെന്ന് മറ്റൊരാളെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ സതീഷ് അല്ലാതെ മറ്റൊരാളെ ജീവിതത്തിലെ പങ്കാളിയാക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവികയുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിന് ഗൾഫിലാണ് ജോലി. സ്വാഭാവികമായിട്ടും 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു.
ഇവിടെ സതീഷിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ സതീഷിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നു. സതീഷും മറ്റൊരു വിവാഹം കഴിച്ചു. ആ ഒരു വിവാഹത്തിൽ സതീഷും സന്തുഷ്ടനാണ്. സതീഷിനും ഒരു കുഞ്ഞ് ജനിച്ചു. ഇവർ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഫോൺ വിളി ഉണ്ടായിരുന്നു, സംസാരം ഉണ്ടായിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മറ്റാരും അറിയാതെ, മറ്റാരെയും അറിയിക്കാതെയും വളരെ സീക്രട്ടായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നത്. രണ്ടുപേരും അവരവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില വ്യത്യസ്തതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ സതീഷിൻ്റെ ഭാര്യ, കുഞ്ഞ്, ഈ ഫാമിലിയിൽ സതീഷ് വളരെ സന്തുഷ്ടനാണ്. ഈ ഭാര്യയെ സതീഷിനെ വളരെ ഇഷ്ടമാണ്, കുഞ്ഞിനെ വളരെ ഇഷ്ടമാണ്. നല്ല രീതിയിൽ ഇവരെ നോക്കിയിട്ട് തന്നെയാണ് സതീഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സതീഷിന് ഒരു ശാരീരിക സുഖം മാത്രമാണ് ദേവികയിൽ നിന്നും ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദേവികയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. സതീഷുമായിട്ട് അടുക്കും തോറും സ്വന്തം ഭർത്താവിനോട് താല്പര്യം വളരെ കുറഞ്ഞു വന്നു ദേവികയ്ക്ക്. സോ ദേവിക തൻ്റെ പഴയ പ്രണയം ഈ സാഹചര്യത്തിലും 2 മക്കളും ഒരു ഭർത്താവുമുള്ള ഈ സാഹചര്യത്തിലും പുതുക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സതീഷിൻ്റെ കാര്യത്തിൽ ഇത് വെറും ശാരീരിക സുഖം മാത്രമാണ്. രണ്ടുപേരും കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും എപ്പോഴും നേരിൽ കാണാനൊന്നും പറ്റില്ല. കൂടുതലും വാട്സപ്പ് വഴിയുള്ള ചാറ്റിങ്ങും ഫോൺ വിളിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കെ രണ്ടുപേരും പല സ്ഥലങ്ങളിൽ വെച്ച് കൂടുതൽ സമയം കാണാനായി തുടങ്ങി, ഇടപഴകാനായി തുടങ്ങി, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായി തുടങ്ങി. ഇത് കൂടിക്കൂടി വന്നപ്പോൾ ദേവികയ്ക്ക് സതീഷിനെ വിട്ട് പിരിയാൻ വയ്യ എന്നൊരവസ്ഥയായി. അതുകൊണ്ട് തന്നെ ദേവിക സതീഷിനോട് പറയുകയാണ്, നീ നിൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യ്, ഞാൻ എൻ്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് വരാം, നമുക്ക് എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ടപ്പോൾ സതീഷ് സത്യത്തിൽ വല്ലാതങ്ങ് ഷോക്കായിപ്പോയി. കാരണം സതീഷിന് ദേവികയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ദേവിക പറഞ്ഞപ്പോൾ ആദ്യം ഒരുപക്ഷെ ഇവൾ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കുമെന്നാണ് സതീഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകെ ദേവിക ഇത് വീണ്ടും ആവർത്തിച്ച് പറയാനായി തുടങ്ങി. അത് മാത്രമല്ലാതെ ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. നിൻ്റെ ഭാര്യയെ വിളിച്ച് ഞാൻ പറയണോ തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും തുടങ്ങി. എനിക്കത് പറ്റില്ല, അങ്ങനെ ഒരു ജീവിതം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സതീഷ് ദേവികയോട് തുറന്ന് പറഞ്ഞിട്ട് പോലും ദേവിക അതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം സതീഷ് പോലും അറിയാതെ ദേവിക ആ ഒരു കാര്യം ചെയ്തു. ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയിട്ട് ദേവിക സതീഷിൻ്റെ ഭാര്യയെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. സതീഷിന് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദേവിക ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സതീഷിൻ്റെ ആ ഒരു കുടുംബജീവിതം തന്നെ തകർന്നു. സതീഷും ഭാര്യയുമായിട്ട് വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവാനായി തുടങ്ങി. എന്തിനേറെ വീട്ടിലെ വഴക്ക് കാരണം കാഞ്ഞങ്ങാടുള്ള ഒരു ലോഡ്ജിലേക്ക് താമസം മാറ്റുകയും ചെയ്തു സതീഷ് ലോഡ്ജിൽ താമസിക്കുന്ന ആ ഒരു സമയത്തും ദേവികയെ കോൺടാക്ട് ചെയ്തിട്ട് നിന്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും നീ പിന്മാറണമെന്ന് ഒരുപാട് തവണ സതീഷ് ദേവികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേവിക അതനുസരിക്കുമായിരുന്നില്ല. എനിക്ക് എന്തായാലും നിന്റെ കൂടെ ജീവിച്ചേ പറ്റൂ എന്നുള്ളൊരു പിടിവാശിയിലായിരുന്നു ദേവിക. അങ്ങനെ 16 മെയ് 2023 ചൊവ്വാഴ്ച ആ ദിവസം സതീഷ് തൻ്റെ മനസ്സിൽ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ദേവികയെ കൊലപ്പെടുത്തണമെന്ന്. ആ ദിവസം രാവിലെ തന്നെ സതീഷ് ദേവികയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് നിന്നെ നേരിൽ കാണണം, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നേരിൽ കണ്ട് സംസാരിക്കണം, നീ എൻ്റെ ലോഡ്ജിലേക്ക് വാ എന്ന്. പക്ഷേ ആ ദിവസം ദേവികയ്ക്ക് ബ്യൂട്ടീഷ്യന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കാസർഗോഡ് തന്നെ. അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് ദേവിക പറഞ്ഞത്. പക്ഷേ അത്രയും സമയം കാത്തു നിൽക്കാനായിട്ട് സതീഷിന് ക്ഷമയുണ്ടായിരുന്നില്ല. ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് സതീഷ് രാവിലെ തന്നെ പോയിട്ട് അവിടെ നിന്നും ദേവികയെ കൂട്ടിക്കൊണ്ട് ഏകദേശം 11:15 ലോഡ്ജിലേക്ക് എത്തി സതീഷ്. ദേവികയെയും കൂട്ടിയിട്ട് സതീഷ് ലോഡ്ജിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ വളരെ നിർബന്ധിച്ചിട്ട് ദേവികയുടെ കയ്യിൽ പിടിച്ച് ആ ഒരു ലോഡ്ജിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് സതീഷ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് അതിൻ്റെ CCTV വിഷ്വൽസ് എല്ലാം തന്നെ പിന്നീട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 11:15 ദേവികയും കൂട്ടിയിട്ട് സതീഷ് തൻ്റെ 306 റൂമിനുള്ളിലേക്ക് കയറുന്നു. ആ റൂമിനുള്ളിൽ വെച്ച്, ആ ചുമരുകൾക്കുള്ളിൽ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സംസാരിച്ചു. ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിയാനായിട്ട് ദേവികയോട് ഒരുപാട് തവണ സതീഷ് പറഞ്ഞു. പക്ഷേ ദേവിക പിന്തിരിയുന്ന മട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ച് അവസാനം സതീഷ് ആ കൊലപ്പെടുത്താമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പെട്ടെന്ന് ദേവികയെ മലർത്തിക്കിടത്തിയിട്ട് ദേവികയുടെ കൈയിൻ്റെ മുകളിൽ മുട്ട് കയറ്റി വെച്ച് കഴുത്തിൻ്റെ താടിയുടെ ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് കഴുത്തിനാഞ്ഞൊരൊറ്റ വെട്ട്. ഇതാണ് ആ ലോഡ്ജിലെ 306 റൂമിനുള്ളിൽ ആ ദിവസം സംഭവിച്ചത്. കൊലപാതകം നടത്തിയ ശേഷം ആ ഒരു റൂം വെളിയിൽ നിന്നും പൂട്ടിയിട്ട് റിസപ്ഷനിലൊന്നും പറയാതെ സതീഷ് നേരെ പോയത് ഏകദേശം ഒരു 2:45 ആ ഒരു ലോഡ്ജിൽ നിന്നും ഇറങ്ങി 3 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ SIയോട് പറഞ്ഞു കൊടുത്തു. ഒരു ക്രൂര കൊലപാതകം ചെയ്തിട്ട് പിന്നീട് അതിൽ പശ്ചാത്തപിക്കുന്ന യാതൊരു ഭാവവ്യത്യാസവും തെളിവെടുപ്പിലോ അതല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് മീഡിയയുടെ മുന്നിൽ വരുന്ന സമയത്തോ സതീഷിൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നില്ല.
താൻ ഇത് ചെയ്തു, അത് ശരി തന്നെയാണ് എന്ന രീതിയിലാണ് സതീഷിൻ്റെ മുഖഭാവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 90% അവിഹിത ബന്ധങ്ങളും അവസാനിക്കുന്നത് ഇതുപോലുള്ള കൊലപാതകത്തിലോ മരണത്തിലോ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോൾ ആ 2 കുടുംബത്തിലെയും കുട്ടികളുടെ അവസ്ഥ, അവരുടെ പങ്കാളികളുടെ അവസ്ഥ, അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ, എല്ലാത്തിൻ്റെ അന്തരീക്ഷവും മാറി. ഈ കേസുമായി ബന്ധപ്പെട്ട അഭിപ്രായം അല്ലെങ്കിൽ വേണ്ട എന്നും ചോദിക്കുന്ന പോലെ അഭിപ്രായം ചോദിക്കുന്നില്ല. പക്ഷേ ഇവർ 2 പേരിൽ ആരാണ് കൂടുതൽ തെറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ആ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.